ഹലോ എവരിവൺ, വെൽക്കം ടു ഡോക്ടർ അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എടുക്കുന്നത്, 5 ഇയർ പ്ലാൻസ്. അപ്പം ഈ 5 ഇയർ പ്ലാൻസ് വരുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു 5 ഇയർ പ്ലാൻസ്. അപ്പോൾ നമുക്ക് ടോട്ടലി 12 5 ഇയർ പ്ലാൻസ് ആണുള്ളത്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 5 ഇയർ പ്ലാൻസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു ഹെൽത്ത് പ്ലാനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗോൾ സെറ്റിംഗ്. അപ്പം ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ എന്താണ്, നമുക്ക് വേണ്ട ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. നമുക്കതറിയാം അല്ലേ, നമുക്ക് ഇന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇന്ന ഗോൾ എനിക്ക് കിട്ടണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡെവലപ്പിംഗ് ദ പ്ലാനിങ് പ്രിമൈസസ്. എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അല്ലേ, ഇന്ന രീതിയിൽ ചെയ്താൽ എനിക്ക് ഈ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, റിവ്യൂയിങ് ലിമിറ്റേഷൻസ്. നമുക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകട്ടെ, ഇപ്പം നമ്മളൊരു പുതിയ കടയിടാൻ പോകണം, നമുക്ക് അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് വരും അല്ലേ. മെയിൻലി എല്ലാത്തിലും വരുന്ന ഒരു കുറച്ച് ലിമിറ്റേഷൻസ് എന്താണ്, ബഡ്ജറ്റ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് വരും, മാൻ പവർ ഷോർട്ടേജ്, ഇതുപോലുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് വരും. സോ അതിനെയാണ് നമ്മൾ റിവ്യൂയിങ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ഡിസൈഡിങ് ദ പ്ലാനിങ് പീരിയഡ്. നമുക്കറിയാം 5 ഇയർ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്, 5 ഇയേഴ്സ് അല്ലേ, ഓരോ 5 വർഷം കൂടുമ്പോൾ അത് പുതിയതാക്കും. സോ അങ്ങനെ ഒരു പ്ലാനിങ് പീരിയഡ് ഉണ്ടാവണം. ഇപ്പോൾ 6 മന്ത്സ് എങ്കിൽ 6 മന്ത്സ്, അല്ലെങ്കിൽ 1 ഇയർ എങ്കിൽ 1 ഇയർ, 5 ഇയർ എങ്കിൽ 5 ഇയർ, അതുപോലെയുള്ള ഒരു പ്ലാനിങ് പീരിയഡ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. അടുത്ത എന്താണ്, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് അല്ലെ. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ ഒരു അതിൻ്റെ ഒരു കമ്മിറ്റി ഡിസൈഡ് ചെയ്യുന്ന പോളിസീസും സ്ട്രാറ്റജീസും വെച്ചിട്ടായിരിക്കണം അതിൻ്റെ അകത്തുള്ള ബാക്കി എല്ലാ കോവർക്കേഴ്സും വർക്ക് ചെയ്യേണ്ടത്. അടുത്ത എന്താണ്, പ്രിപ്പയറിംഗ് ഓപ്പറേഷൻ പ്ലാൻസ്. അപ്പോൾ അടുത്തെന്താണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ യഥാർത്ഥ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് അല്ലേ, അത് പ്രിപ്പയർ ചെയ്തു. അടുത്തെന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് പ്ലാൻസ്. നമ്മൾ ആ പ്ലാൻ ചെയ്തതിനെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്സ്. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമ്മളൊരു റിവ്യൂ എടുക്കണം നമ്മുടെ ഈ പ്രോഗ്രാമിന്, അല്ലെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന ഒരു പരിപാടിക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിവ്യൂ എടുത്ത് നോക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിൻ്റെ ഡ്രോബാക്സ് അറിയാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഇത്രയാണ് ഹെൽത്ത് പ്ലാനിങ് സ്റ്റെപ്സ്. അടുത്തായിട്ട് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നതാണ് 5 ഇയർ പ്ലാൻസിൻ്റെ ഫസ്റ്റ് വൺ അല്ലേ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 to 56 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് പാർലമെൻറ്റിൽ ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, മാൽ ന്യൂട്രീഷൻ പ്രോബ്ലംസ്, അൺഹെൽത്തി എൻവയോൺമെൻറ്റ്, അതോടൊപ്പം തന്നെ റൂറൽ പോപ്പുലേഷന് ആവശ്യത്തിനുള്ള ഹെൽത്ത് സർവീസുകളില്ല, അതുപോലെ തന്നെ വുമൺ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എടുത്ത് നിർത്തിയിരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ്, എല്ലാവർക്കും സേഫ് വാട്ടറും അതുപോലെ തന്നെ സാനിറ്റേഷനും കിട്ടണമെന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അടുത്ത എന്താണ്, മലേറിയ കൺട്രോൾ ചെയ്യുക. പിന്നെ റൂറൽ പോപ്പുലേഷന് ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആക്കുക. അമ്മ കുഞ്ഞ് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക, അവർക്ക് ആവശ്യമുള്ള സർവീസുകൾ കൊടുക്കുക, എല്ലായിടത്തും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഹെൽത്ത് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളൊക്കെ എല്ലാ കമ്മ്യൂണിറ്റിയിലും കൊടുക്കുക. പിന്നെ എന്താണ്, ആവശ്യത്തിനുള്ള മരുന്ന് എല്ലാവർക്കും കിട്ടണം, എക്യുപ്മെൻറ്റ്സ് കിട്ടണം, അതായിരുന്നു അടുത്തത്.
പിന്നെ മെയിൻ എന്താണ് നമ്മുടെ ഫാമിലി പ്ലാനിങ് ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ. ഇത്രയായിരുന്നു നമ്മൾ ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ കൊടുത്തിരുന്ന നമ്മുടെ പ്രയോറിറ്റീസ്. ഇനി ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ അവസാനം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 1951 എന്ത് വന്നു? BCG വാക്സിനേഷൻ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്തു. 1952 സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ANM ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. നമുക്കറിയാം നമ്മൾ ഇമ്മ്യൂണൈസേഷനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ മറ്റേ ANM നേഴ്സസ് ആണ് നമുക്ക് നമ്മുടെ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി വർക്കുകൾ അവരാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ അപ്പം അങ്ങനെ ഒരു ANM പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1953 ആയപ്പോഴത്തേനും നാഷണൽ മലേറിയൽ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതോടൊപ്പം തന്നെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1954 നമുക്ക് 4 പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് സെറ്റപ്പ് ചെയ്തു. നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. നാഷണൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഇത്രയും കാര്യങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1955 ആയപ്പോഴത്തേനും നാഷണൽ ഫിലേറിയൽ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. നാഷണൽ TB സാമ്പിൾ സർവേ സ്റ്റാർട്ട് ചെയ്തു. അത് എബൌട്ട് ഒരു 5 years ഒക്കെ അടുത്തായപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ ഫുള്ളി സർവേ കവർ ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ് മെയിൻ ഒരു കാര്യം, മാരേജ് ഏജ് എത്രയാണ്? 18 years ബോയ്സിനും 15 years ഗേൾസിനും ആക്കിയിട്ട് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് 1955 വന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ എല്ലാ പ്രയോറിറ്റികളും ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്തത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ. ഇനി ഈ സൈഡിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതാണ് 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. നാം പറഞ്ഞു നമുക്ക് ടോട്ടൽ 12 5 ഇയർ പ്ലാൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 56 ആയിരുന്നു. അപ്പം നമുക്കിത് പഠിക്കാൻ എളുപ്പം അല്ലേ. ഓരോ 5 വർഷം ആകുന്നതനുസരിച്ച് കൂട്ടിയാൽ മതി. പക്ഷേ ഇടയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം ആദ്യത്തേന്ന് പറയുമ്പോൾ 51 to 56 ആണ്. അടുത്തത് എങ്ങനെയാണ്? സെയിം കണ്ടിന്യൂ ആണ്. 56 to 61 വന്നു. അടുത്ത തേർഡ് വന്നപ്പോൾ 61 to 66 വന്നു. പിന്നെ എന്താണ് തേർഡ് ആനുവൽ പ്ലാൻസ്. അപ്പോൾ ഈ തേർഡ് ആനുവൽ പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ പ്രോഗ്രാം വന്നിട്ടില്ല. അതായത് തേർഡ് പ്ലാനിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ നടക്കുന്ന രീതിയിലാണ് ഈ തേർഡ് ആനുവൽ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഫോർത്ത് പ്ലാൻ വന്നു. പക്ഷെ ഫോർത്ത് പ്ലാൻ വന്നു. അതെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ തേർഡ് പ്ലാൻ എന്ന് പറയുന്നത് 66 അപ്പം 67 68 അല്ലേ. ഈ 2 years നമുക്ക് പുതിയ പ്രോഗ്രാംസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഫോർത്ത് പ്ലാൻ വന്നത് പിന്നെ എപ്പോഴാണ്? 69 അപ്പോൾ ഇവിടെ ഒരു 2 year, തേർഡിനും ഫോർത്തിനും ഇടയ്ക്ക് ഒരു 2 year ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം 69 to 74 വന്നു. പിന്നെ കണ്ടിന്യൂ ആണ്. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ 74 to 79, സിക്സ്ത്ത് 80 to 85, സെവൻത്ത് 85 to 90, എയ്ത്ത് എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു 2 year ഗ്യാപ്പ് വന്നിട്ടുണ്ട്. 90 അടുത്ത എയ്ത്ത് പ്ലാൻ തുടങ്ങുന്നത് 92 to 97 ആണ്. നയൻത്ത് പ്ലാൻ തുടങ്ങുന്നത് 1907 to 2002, 10th 2002 to 2007, 11th 2007 to 2012, 12th പ്ലാൻ 2012 to 2017. സോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസ് അവസാനിച്ചിരിക്കുന്നത്. 12th പ്ലാൻ അവസാനിച്ചിരിക്കുന്നത് 2017. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 സ്ഥലത്ത് മാത്രം നമ്മൾ ഡേറ്റ് ഒന്ന് ഓർക്കണം. കാരണം അവിടെ 2 years ഗ്യാപ്പ് വന്നിട്ടുണ്ട്. തേർഡും ഫോർത്തിനും ഇടയ്ക്ക് ഒരു 2 year ഗ്യാപ്പ്, അതുപോലെ തന്നെ സെവൻത്തും എയ്ത്തിനും ഇടയ്ക്ക് ഒരു 2 year ഗ്യാപ്പ്. അപ്പം ഡേറ്റ് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കണമായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തമുള്ള 5 ഇയർ പ്ലാൻസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1956 to 61 ആണ് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്തായിരുന്നു, നമ്മുടെ നിലവിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മുടെ നിലവിൽ നമുക്കുള്ള ഹെൽത്ത് സ്റ്റാറ്റസിനെ എക്സ്പാൻഡ് ചെയ്ത് എല്ലായിടത്തോട്ടും എത്തിക്കുക. അതായത് അർബൻ ഏരിയ മാത്രം കിട്ടിയാൽ പോരാ, റൂറൽ ഏരിയ മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സർവീസുകൾ അവൈലബിൾ ആവണം. അതായിരുന്നു നമ്മുടെ മെയിൻ എയിം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ പ്രിവെൻഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, ഫാമിലി പ്ലാനിങ്, അത് സപ്പോർട്ടീവ് പ്രോഗ്രാംസ്. പിന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ്, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ് കൂട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഒരു എയിമായിട്ട് കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ ഇനി അതിൽ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1956 എന്ത് വന്നു, ഡെമോഗ്രാഫിക് റിസർച്ച് സെൻറ്റേഴ്സ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം നമ്മുടെ മെയിൻ എയിം തന്നെ നമ്മൾ ആദ്യം അച്ചീവ് ചെയ്തു. നമ്മുടെ ഡെമോഗ്രാഫിക് റിസർച്ച് സെൻറ്റേഴ്സ് കൊണ്ടുവന്നു. 1958 ആയപ്പോൾ എന്ത് സംഭവിച്ചു, നാഷണൽ മലേറിയൽ കൺട്രോൾ പ്രോഗ്രാം മാറി നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായി 1958. ഇനി 1959 വന്നപ്പോഴത്തേക്കും പഞ്ചായത്ത് രാജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കറിയാമല്ലോ എന്താണ് പഞ്ചായത്ത് രാജ് എന്ന്. ഒരു 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് പഞ്ചായത്ത് രാജ്. അപ്പോൾ നമുക്കതറിയാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അടുത്ത എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്യൂബർകുലോസിസ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് മുതലിയാർ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്മുടെ വീഡിയോ ഈ മുതലിയാർ കമ്മിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ മുതലിയാർ കമ്മിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം അല്ലേ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നമ്മളൊക്കെ പണ്ട് കുഞ്ഞിലെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ വന്നിട്ട് ഇതുപോലെ ഈ പല്ലിന് കേടുണ്ടോ, അതുപോലെ തന്നെ എന്താ പറയണേ, പല്ലിന് കേടുണ്ടോ, കണ്ണ് കാണാം കുഴപ്പങ്ങളുണ്ടോ, വെയിറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. അത് നമ്മുടെ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്താണ് നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാൻ. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 1961 to 1966 ആണ് അതിൻ്റെ ഇയർ എന്ന് പറയുന്നത്. തേർഡ് 5 ഇയർ പ്ലാൻ്റെ മെയിൻ എയിം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഉണ്ടായിരുന്ന ഷോർട്ടേജസ് അല്ലെ ഡെഫിഷ്യൻസീസ് അത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തേർഡ് 5 ഇയർ പ്ലാൻ്റെ എയിം. ഇനി അപ്പം അതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ്, എല്ലാവർക്കും നല്ല വെള്ളം എത്തണം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാകണം, അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് അർബൻ ഏരിയയിൽ ഉറപ്പുവരുത്തണം. ഇതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അതുപോലെ തന്നെ ഇറാഡിക്കേഷൻ ഓഫ് മലേറിയ ആൻഡ് സ്മോൾ പോക്സ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസായ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇറാഡിക്കേഷൻ, അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്ങും മറ്റ് സപ്പോർട്ടിംഗ് സർവീസുകളുമായിരുന്നു അടുത്ത എയിം. അപ്പം ഇത് 3 കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത്. ഇനി ഇതിൽ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സെൻട്രൽ ബ്യൂറോ ഹെൽത്ത് ഇൻ്റലിജൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ കണ്ടീഷനുകളിൽ ആംബുലൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. നാഷണൽ സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നാഷണൽ ഗോയിറ്റർ കൺട്രോൾ പ്രോഗ്രാം കൊണ്ടുവന്നു. അത് 1962 തുടങ്ങിയത്. 1963 ആയപ്പോഴത്തേക്കും ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. യുനെസെഫ്, WHO പോലുള്ള ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടുകൂടി ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1963 നാഷണൽ ട്രക്കോമ പ്രോഗ്രാം എക്സ്റ്റാബ്ലിഷ് ചെയ്തു. 1964 ആയപ്പോഴത്തേനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. 1965 ലിപ്പസ് ലൂപ്പിനെ ഒരു സേഫസ്റ്റ് എഫക്റ്റീവ് ഫാമിലി പ്ലാനിങ് ഡിവൈസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെട്ടു. ഇനി BCG വാക്സിനേഷൻ നമ്മൾ ആദ്യ ടൈമിൽ എടുത്തുകൊണ്ടിരുന്നത് ട്യൂബർക്കുലിൻ ടെസ്റ്റ് നടത്തിയിട്ടാണ്. പിന്നീട് ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഇല്ലാതെ BCG വാക്സിൻസ് വീടുകളിൽ ചെന്ന് കുട്ടികൾക്ക് നൽകാൻ തുടങ്ങി. അപ്പം ഇത്രയും ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഈ തേർഡ് 5 ഇയർ പ്ലാൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് 5 ഇയർ പ്ലാൻ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ ഫോർത്ത് 5 ഇയർ പ്ലാൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ, തേർഡും ഫോർത്തും തമ്മിൽ ഒരു 2 ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് 1969 to 1974 ഫോർത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ടൈമിൽ ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ
ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയായിരുന്നു ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. കാരണം 1962 1965 ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ വാറൊക്കെ ഉണ്ടായിരുന്നു, ലാഹോറിലൊക്കെ നടന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എല്ലാം വെച്ച് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയായിരുന്നു ഒരു മെയിൻ എയിം ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലോങ് ടേം ഗോൾസ് ഒന്നും എടുക്കാൻ പറ്റണ ഒരു എക്കണോമിക് സിറ്റുവേഷൻ അല്ലായിരുന്നു ആ ടൈമിൽ. കാരണം ഇന്ത്യ ഒരുപാട് ദാരിദ്ര്യവും കാര്യങ്ങളും അതുപോലെ വരൾച്ച ഇതൊക്കെ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ഒരുപാട് പേയ്മെൻറ്റുകൾ നടത്തി ഒരു ലോങ് ടേം ഗോൾസ് നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശ്രമിച്ചു, ഏറ്റവും കൂടുതൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ അകത്ത് നോക്കാം. അപ്പം ഇത്രയായിരുന്നു അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അച്ചീവ്മെൻറ്റ്സിൽ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. അപ്പം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് അതിനൊരു മാർഗം കണ്ടെത്തിയതാണ് നമ്മുടെ 12 മേജർ ബാങ്ക്സിനെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യാൻ വെച്ചിരുന്ന ഫണ്ടുകൾ വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നാഷണലൈസ്ഡ് ബാങ്ക്സും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് വാർ എഫേർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഒരു മാറ്റം കൊണ്ടുവന്നാണ് ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇത്രയായിരുന്നു 4th 5 ഇയർ പ്ലാനിൽ സംഭവിച്ചത്. ഇനി അടുത്തതാണ് 5th 5 ഇയർ പ്ലാൻ. 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് 1974 to 1979 ആണ് 5th 5 ഇയർ പ്ലാൻ വന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകം തന്നെ വലിയൊരു സിറ്റുവേഷൻ, ഒരു എക്കണോമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ എക്കോണമീനെ വളരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫുഡ് ആൻഡ് എനർജി സെക്ടേഴ്സിനായിരുന്നു. ബാക്കി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് ഈ 2 സെക്ടേഴ്സിനായിരുന്നു. അതുപോലെ തന്നെ പോവർട്ടി റിഡക്ഷൻ, അതുപോലെ അഗ്രികൾച്ചർ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് റിഫോം മെഷേഴ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഇതിനായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയെന്ന് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് പാസ് ചെയ്തു. 1975 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് പാസ് ചെയ്തു. അതുപോലെ തന്നെ ലേബർ ഇൻസെൻറ്റീവ് പ്രൊഡക്ഷൻ ടെക്നോളജി കൊണ്ടുവന്നു. സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്തു. സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്തതിനോടൊപ്പം തന്നെ എക്സ്പോർട്ട്, മിനറൽസും ഓയിൽസിൻ്റെ എക്സ്പോർട്ട് വളരെയധികം കൂട്ടി. ഇനി മറ്റെന്താണ് ചെയ്തത്? ഇതുപോലെ കെമിക്കൽസ്, പേപ്പർ, മിനറൽ, എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ സപ്ലൈയും കൂട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5th 5 ഇയർ പ്ലാനിൽ സംഭവിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഫുഡ് ആൻഡ് എനർജി സെക്ടേഴ്സിനാണ്. ഇനി അടുത്തതാണ് നമ്മുടെ 6th 5 ഇയർ പ്ലാൻ. 6th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1980 to 1985 നമ്മുടെ 6th 5 ഇയർ പ്ലാൻ വന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. 6th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എന്തും കൂടെ പറയാം, ജനതാ ഗവൺമെൻറ് പ്ലാൻ എന്നും കൂടെ പറയാം. ഇതിനെ നമ്മളൊരു നെഹ്റുവിയൻ റിവേഴ്സൽ മോഡലായിട്ടാണ് കാണപ്പെടുന്നത്. രാജീവ് ഗാന്ധിയാണ് ഈ ടൈമിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. അപ്പം അദ്ദേഹം എയിം ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം. പക്ഷേ അതൊരു ഭയങ്കര പ്രോഗ്രസ് വളരെ സ്ലോ ആയിരുന്നു. കാരണം ഒരുപാട് ലേബർ ഇഷ്യൂസും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെ ഇടപെടലും കാരണം പ്രോഗ്രസ് വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായെന്ന് നോക്കാം. ഈ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ്. ആദ്യം തന്നെ ഇന്ത്യൻ നാഷണൽ ഹൈവേസ് കൊണ്ടുവന്നു. അത് ഫസ്റ്റ് ടൈമാണ് ഈ 6th 5 ഇയർ പ്ലാനിലാണ് നമുക്ക് നാഷണൽ ഹൈവേസ് കൊണ്ടുവന്നത്. ടൂറിസം വളരെ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ 6th പ്ലാൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ലിബറലൈസേഷൻ്റെ ടൈമും കൂടെ ആയിരുന്നു. ഫാമിലി പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 6th 5 ഇയർ പ്ലാനിലാണ്. അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾസ് എടുത്തു മാറ്റി. അതായത് നമ്മുടെ റേഷൻ ഷോപ്സ് ഒക്കെ നിർത്തിവെച്ചു. എന്നിട്ട് പ്രൈസ് കൺട്രോൾസ് മാറ്റി. അത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസിനൊക്കെ വളരെയധികം വില കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് കോസ്റ്റ് വളരെയധികം കൂട്ടുകയും ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അത് ഈ 6th 5 ഇയർ പ്ലാനിലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മെയിനായിട്ട് എന്താണ്
അതൊരു എക്കണോമിക് ലിബറലൈസേഷൻ്റെ ബിഗിനിങ് ആയിരുന്നു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം. ഇനി അടുത്തത് നമ്മുടെ 7th 5 year പ്ലാൻ. 7th 5 year പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും 1985 to 1990 ആണ് 7th 5 year പ്ലാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ 7th 5 year പ്ലാനിൽ നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോവർട്ടി, അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻ്റ് ഇല്ലായ്മ, മോഡേൺ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ കുറവ്, അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എസെൻഷ്യലായിട്ട് കിട്ടുന്നില്ല, ലാർജ് സ്കെയിൽ ഫാമേഴ്സ്, സ്മോൾ സ്കെയിൽ ഫാമേഴ്സിനൊന്നും അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു എയിം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമീനെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്കോണമി ആയിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ 7th പ്ലാനിലുണ്ടായിരുന്ന നമ്മുടെ ഒരു മെയിൻ എയിം. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തെന്ന് നോക്കാം. ഇന്ത്യ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് എക്കോണമി ആയിട്ട് മാറി. ഇതായിരുന്നു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എയിം. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. അടുത്ത എന്താണ്? എഡ്യൂക്കേഷൻ, ഗേൾസിന് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ എന്താണ്, ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക. വിത്ത് എക്സ്പോർട്ടും ഇമ്പോർട്ടിനും ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു അച്ചീവ്മെൻറ്റ്. അത് നമ്മൾ സാധിച്ചു. ഇനി ഒരു 1989 to 91 എന്നുള്ള ആ ഒരു പീരിയഡിൽ 91-ൽ ഇന്ത്യ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ക്രൈസിസ് ഫേസ് ചെയ്തു. ഇനി PV നരസിംഹറാവു ആണ് അപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം 12th പ്രൈം മിനിസ്റ്ററാണ് PV നരസിംഹറാവു. അദ്ദേഹം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത്. അടുത്ത എന്താണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഫ്രീ മാർക്കറ്റ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോക്ടർ മൻമോഹൻ സിംഗ്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റൈസേഷൻ്റെയും ലിബറലൈസേഷൻ്റെയും ബിഗിനിങ് ആയിരുന്നു. ഒരുപാട് പ്രൈവറ്റ് ബിസിനസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു ഈ 7th 5 year പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7th അച്ചീവ് ചെയ്ത കാര്യങ്ങൾ. അടുത്താണ് നമ്മുടെ 8th 5 year പ്ലാൻ. 8th 5 year പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് 1952 to 1997 ആണ് 8th 5 year പ്ലാൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഒന്നും കൂടെ പറയും റാവു ആൻഡ് മൻമോഹൻ മോഡൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നും കൂടെ അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രീസിനെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു 8th പ്ലാനിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂട്ടുക, പോവർട്ടി റിഡക്ഷൻ, ഇനി എന്താണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇത്രയായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ പ്രീവിയസ് ഇയേഴ്സിനേക്കാളും വളരെയധികം നമ്മൾ ഇൻക്രീസ് ചെയ്തു. അത് നമ്മളൊരു മെയിൻ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പറായ ഒരു ടൈമാണ് ഈ 8th 5 year പ്ലാൻ എന്ന് പറയുന്നത്. 1995 January 1 ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പറായി. അതുപോലെ തന്നെ ഒരു ആവറേജ് ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 6.7% ഉയർന്നു. പക്ഷെ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത് 5.6 ആയിരുന്നു. പക്ഷെ നമുക്ക് 6.7 ആനുവൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? 1995 January 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പറായി മാറിയിരുന്നു ഇന്ത്യ. 9th 5 year പ്ലാൻ. 9th 5 year പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴാണ്? 1997 to 2002. ഇതാണ് നമ്മുടെ 9th 5 year പ്ലാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? റൂറൽ ഡെവലപ്മെൻറ്റും. ഇതായിരുന്നു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, എല്ലാവർക്കും ഫുഡും ന്യൂട്രീഷണൽ സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബേസിക് ഫെസിലിറ്റീസ് എല്ലാവർക്കും അവൈലബിൾ ആക്കുക. അതായത് എഡ്യൂക്കേഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ,
പ്രൈമറി ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ട്, എനർജി, ഇതുപോലുള്ള ബേസിക് ഫെസിലിറ്റീസ് എല്ലാവർക്കും അവൈലബിൾ ആക്കുക. ഗ്രോയിങ് പോപ്പുലേഷൻ ചെക്ക് ചെയ്യുക. അതുപോലെ സോഷ്യൽ ഇഷ്യൂസ് തടയുക. അതായത് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഇതുപോലെ വുമൺ എംപവർമെൻറ്റ്, സർട്ടൻ ബെനിഫിറ്റ്സ്, സ്പെഷ്യൽ ഗ്രൂപ്പ്സിനുള്ള സർട്ടൻ ബെനിഫിറ്റ്സ് അതിന് വേണ്ടി പോരുക, അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ലിബറൽ മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്തിന്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ 9th 5-year പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കൺട്രിയിലുള്ള നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഒരു രീതിയിലൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാർജറ്റ് റേറ്റ്, നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ 9th 5-year പ്ലാൻസ് ഓൾമോസ്റ്റ് ഒക്കെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കംപ്ലീറ്റ്ലി അച്ചീവ്ഡ് അല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇപ്പോഴും കംപ്ലീറ്റ്ലി നമ്മൾ അച്ചീവ്ഡ് അല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അപ്പോൾ എത്രയായിരുന്നു നമ്മുടെ 9th 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായ 10th 5-year പ്ലാൻ നോക്കാം. 10th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2002 to 2007 ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? കുറച്ച് കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ്? പോവർട്ടി റേഷ്യോ റെഡ്യൂസ് ചെയ്യണം, അല്ലേ? പോവർട്ടി റേഷ്യോ റെഡ്യൂസ് ചെയ്യണം. ഈ പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ലിറ്ററസി, അതുപോലെ തന്നെ വേജസ് റേറ്റിലോ, നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ശമ്പളത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള ജെൻഡർ ഗ്യാപ്സ് റെഡ്യൂസ് ചെയ്യുക. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യുക. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യുക. സോ ഈ 2 കാര്യങ്ങളുണ്ട്. അപ്പം ഈ 4 നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇൻക്രീസ് ചെയ്യണം നോക്കാം. ലിറ്ററസി റേറ്റ് കൂട്ടണം, അല്ലേ? അതുപോലെ തന്നെ എല്ലാ വില്ലേജസുകളിലോട്ടും നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യണം. ഹൈ ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. നല്ല ജോലി എല്ലാം കൊടുക്കാൻ സാധിക്കണം. ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ത്യയിൽ കൂട്ടേണ്ടിയിരുന്നിരുന്നത്, അല്ലേ? ഇന്ത്യയിൽ ഉള്ള പ്രശ്നങ്ങളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കണമായിരുന്നു, കുറച്ച് കാര്യങ്ങൾ കൂട്ടണമായിരുന്നു. അപ്പം അതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെ അതിൽ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ നമ്മൾ തടഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ഇതിലുള്ള എല്ലാം തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മെറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ 10th 5-year പ്ലാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇനി 11th 5-year പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മുടെ 11th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2007 to 2012 ആയിരുന്നു. അപ്പം ഇതൊരു ഭയങ്കര ഫേവറബിൾ കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു 5-year പ്ലാൻ ആണ്. കാരണം നമ്മുടെ ഇത്രയും നാളത്തെ 5-year പ്ലാൻസ് കൊണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ സോൾവ് ചെയ്തു വന്നിരുന്നു. അപ്പം ഭയങ്കര ഒരു ഫേവറബിൾ സർക്കംസ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 5-year പ്ലാൻ ആയിരുന്നു ഇത്. ഓൾമോസ്റ്റ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു 7.7% അച്ചീവ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഈ ഒരു 5-year പ്ലാൻ വന്നത്. ഇനി നമ്മുടെ ഈ പ്ലാനിൻ്റെ മേജർ ഫോക്കസ് എവിടെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് എസെൻഷ്യൽ സർവീസുകൾ, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇക്വാലിറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പുവർ ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് സ്കിൽ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ കൊടുക്കുക. അതിലൂടെ ആൾക്കാരെ എംപവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ് വുമൺ ഏജൻസീസും
ഗുഡ് ഗവേണൻസും റെക്കഗ്നൈസ് ചെയ്തൊരു ടൈമായിരുന്നു. അപ്പം ഇതിനാണ് നമ്മുടെ മെയിൻ ഫോക്കസ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് വേണ്ടി സൈഡിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കാം ഇൻകം ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ അല്ലെ. അപ്പം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് റേറ്റിനെ നമ്മൾ 8% ഒരു 8% നമുക്ക് 10% കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിലും നമ്മുടെ GDP റേറ്റ് 4% പെർ ഇയർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വർക്ക് ഓപ്പർച്യൂണിറ്റീസ് 70 ബില്യൺ ഓരോ വർഷവും ന്യൂ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻകം പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അടുത്താണ് എഡ്യൂക്കേഷൻ. അപ്പം എഡ്യൂക്കേഷനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. ജെൻഡർ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്താണ് ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റുകൾ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ന്യൂട്രീഷൻ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ സ്കൂൾ പ്രോഗ്രാംസിലൂടെ അല്ലേ. നമുക്കറിയാം സ്കൂളുകളിൽ, അതായത് ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് പാല്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ്. അടുത്തതാണ് വുമൺ ആൻഡ് ചിൽഡ്രൻ. നമ്മളിപ്പോൾ നേരത്തെ പറയുന്നത് പോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെയാണ് അടുത്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും എല്ലായിടത്തും, അതായത് BPL ഹൗസുകളായിട്ടുള്ള എല്ലായിടത്തും തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്താണ് എൻവിയോൺമെൻറ്റ് ഇൻ ഇന്ത്യയിൽ പറയുമ്പോഴത്തേക്കും അഗ്രികൾച്ചർ സെക്ടറിനെ നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആക്കി. അതുപോലെ തന്നെ ബേസിക് സാനിറ്റേഷൻ എല്ലാവർക്കും അവൈലബിൾ ആക്കി. ഡ്രെയിനേജ് സിസ്റ്റംസ്, ഗുഡ് വാട്ടർ സപ്ലൈ ഇതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കിയിരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അപ്പം ഒബ്ജക്റ്റീവ്സിനകത്ത് പറയുന്നത് ഒരു 70 മില്യൺ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിമം സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിന് അണ്ടറിലോട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ വില്ലേജസിലും അതുപോലെ തന്നെ എന്താണ് BPL ഹൗസുകളിലും ഇലക്ട്രിസിറ്റി കണക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കി. അതുപോലെ തന്നെ എന്താണ് റിവർ വാട്ടേഴ്സൊക്കെ ക്ലീൻ ചെയ്യുകയും അർബൻ വേസ്റ്റുകളെ നീക്കം ചെയ്യുകയും ചെയ്തു. ഗുഡ് വാട്ടർ സപ്ലൈ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് സേഫ് ചൈൽഡ്ഹുഡ് ഫോർ ചിൽഡ്രൻ നമ്മൾ എൻഷുവർ ചെയ്തു. അതുപോലെ തന്നെ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഓൾ, അതൊരു 2000 ആയപ്പോഴത്തേക്കും ഈ ഒരു പദ്ധതി നമ്മൾ നിലവിൽ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും നമ്മൾ കുറച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസിങ് ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്രീസ് ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്രീസ് ചെയ്യപ്പെടുത്തി. അതുപോലെ തന്നെ എന്താണ് സെവറൽ പോവർട്ടി അലിഗേറ്റിംഗ് സ്കീംസ് കൊണ്ടുവന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ് വർക്കേഴ്സിനെയും ഫാമേഴ്സിനും ഒക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്താണ് അർബൻ ലോക്കൽ ബോഡീസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്നു. ടെക്നോളജി യൂസേജ് ഇൻക്രീസ് ചെയ്യിച്ചു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യിച്ചു. അതിലൂടെ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ ഒരുപാട് ലിറ്ററസി പ്രോഗ്രാംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ നമുക്ക് ഇല്ലിറ്ററസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ എയിമും നമ്മുടെ 11th 5 year പ്ലാനിൽ.
അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് 12th 5-year പ്ലാൻ. 12th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2012 to 2017 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് അച്ചീവ് ചെയ്തത് മീൻസ് ഗവൺമെൻറ് ഈ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്തത് 4th ഒക്ടോബറിലായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ആ ഒരു ആവറേജ് ഗ്രോത്ത് ടാർജറ്റ് എന്ന് പറയുന്നത് 8.2% ആയിരുന്നു. അപ്പോൾ ഇതൊരു തീമോട് കൂടിയാണ് അപ്രോച്ച് ചെയ്തത്. അതിനെയാണ് നമ്മൾ ആ ഒരു തീമാണ് ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സെയിം തന്നെ എഴുതിയിട്ടുണ്ട്. ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. അപ്പോൾ നമ്മളിതിലൊരു എയിം ഇട്ടിരുന്നത് 9 to 9.5% ഗ്രോത്ത് അച്ചീവ് ചെയ്യുമെന്നായിരുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കുക, ഒരുപാട് ജോബ് ഉണ്ടാക്കുക, എക്സ്പെഷ്യലി മാനുഫാക്ചറിങ് ഏരിയകളിൽ. അതുപോലെ തന്നെ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുക ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടായിരുന്നു ഒരു ബാക്ക്വേർഡ് റീജിയൻസ് ക്ലാസ് ആൾക്കാർക്ക് സ്പെഷ്യൽ പ്ലാൻസും കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഈ 12th 5-year പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു നമ്മുടെ ഒരു എയിം. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. അതിനാണ് 12 സ്ട്രാറ്റജി ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 12 സ്ട്രാറ്റജി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഗ്രോത്ത് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുക. രണ്ടാമത് എന്തായിരുന്നു സ്കിൽസ്, ഫാസ്റ്റർ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. മാർക്കറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഡീസെൻട്രലൈസേഷൻ, എംപവർമെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ചെയ്യുക. സെക്യൂറിംഗ് ദ എനർജി ഫ്യൂച്ചർ ഫോർ ഇന്ത്യ. ആക്സലറേറ്റഡ് development of transport infrastructure, rural transformation and sustainable growth of agriculture, managing urbanization, improved access to quality education, better preventive and curative healthcare strategic challenges. So ഈ ഒരു 12 സ്ട്രാറ്റജീസ് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. അപ്പം ആ 12 സ്ട്രാറ്റജീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിങ്ങനെ മാറ്റി പറയാൻ പറ്റത്തില്ല. അതിൻ്റെ മീൻസ് ഏകദേശം ഈ സാധനം തന്നെ അർത്ഥം എഴുതണം. അപ്പം ഈ 12 സ്ട്രാറ്റജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത എന്താണ് നമ്മൾ 12th 5-year പ്ലാൻ്റെ റിസോഴ്സ് അലോക്കേഷൻ പ്രയോറിറ്റീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഏരിയാസിൽ നമുക്ക് 11th പ്ലാനിൻ്റെ അത്രയും തന്നെ ഒരു പ്രൊജക്റ്റഡ് എഫേർട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ അടുത്തത് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയാസിൽ നമുക്കൊരു 1.2% പോയിന്റ് ഓഫ് GDP ഇൻക്രീസ്ഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയാസിൽ, അതായത് മെയിൻലി ഇറിഗേഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് അല്ല അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയാസിൽ ഒരു അഡീഷണൽ 0.7% പോയിന്റ് ഓഫ് GDP അടുത്ത ഒരു 4 ഇയേഴ്സിലോട്ട് നമുക്ക് ഇൻക്രീസ്ഡ് ആവേണ്ടതായിരുന്നു. അതുപോലെ തന്നെ യൂസ് ഓഫ് PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഏരിയാസ് ഒരുപാട് നമ്മൾ എൻകറേജ് ചെയ്യപ്പെടേണ്ടിയിരുന്നു. അതായത് എക്സ്പെഷ്യലി സോഷ്യൽ സെക്ടേഴ്സിലാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ റിസർച്ച് അലോക്കേഷൻ പ്രയോറിറ്റീസ്. ഇനി നമുക്ക് ഒരുപാട് സെക്ടേഴ്സ് ഇതിൽ നമ്മൾ ഇൻക്രീസ് എഫേർട്ട് ഇട്ട് കൂട്ടേണ്ടിയിരുന്നു. അതാണ് ഫസ്റ്റ് അഗ്രികൾച്ചർ. അപ്പം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4% എങ്കിലും അഗ്രികൾച്ചറിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യപ്പെടണമായിരുന്നു. ഒരു 4% ഇൻക്രീസ് ഉണ്ടാക്കണമായിരുന്നു. ഫാർമേഴ്സിന് അവരുടെ ഇൻപുട്ട് തരുന്നത് പോലെ തന്നെ അവർക്ക് അങ്ങോട്ടുള്ള അവരുടെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആദ്യം തന്നെ നമുക്ക് ഒരു 11 to 12% നമുക്ക് ആ ഒരു ഇൻക്രീസ് ഉണ്ടാക്കേണ്ടിയിരുന്നു 12th 5-year പ്ലാനിൽ. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വാല്യൂസ് കൂട്ടേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ബിൽഡിങ്സിനും അതിന് വേണ്ടിയിട്ടുള്ള ലോണ് കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ഇൻക്രീസ് ചെയ്യപ്പെട്ട് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് ലഭിക്കുന്ന രീതിയിലോട്ട് ആക്കി കൊടുക്കേണ്ടിയിരുന്നു. അടുത്താണ് എഡ്യൂക്കേഷൻ ആൻഡ്
സ്കിൽ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ അവരുടെ മെയിൻ എയിം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലൈസേഷൻ ആയിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ യൂണിവേഴ്സലൈസേഷൻ ആയിരുന്നു ഈ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ എയിം ആയിട്ടുണ്ടായിരുന്നത്. അടുത്തെന്താണ്? ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ക്യൂറേറ്റീവ് കെയർ മാത്രമല്ല പ്രിവെൻറ്റീവ് കെയറും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പ്രിവെൻറ്റീവ് കെയർ അതുപോലെ തന്നെ എല്ലാവർക്കും സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ചൈൽഡ് ഹെയർ, ഇതിനെ എല്ലാത്തിനെയും നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ടിയിരുന്നു. അടുത്തതാണ് എനർജി. എനർജി എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ എനർജി നമുക്കൊരു 7% ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തെന്താണ്? അർബൻ ഡെവലപ്മെൻറ്റ്. അർബൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഒരു അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 400 മില്യൺ ആയിട്ട് 2011 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം എന്നതായിരുന്നു നമ്മുടെ എയിം. ഒരു 400 മില്യണോ ടു 600 മില്യൺ വരെ ആകണം 2013 ആകുമ്പോഴത്തേനായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും റെയിൽവേയുടെ ഫെസിലിറ്റീസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. എക്സ്പെഷ്യലി ഈ വില്ലേജ് ഏരിയാസിലോട്ടൊക്കെ കൂടുതൽ റെയിൽവേ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുക. ഹൈ സ്പീഡ് റെയിൽ ലിങ്ക്, അതായത് ഡൽഹി മുംബൈ, ഡൽഹി കൊൽക്കത്ത എന്നുള്ളതൊക്കെ നമ്മൾ 12th 5-year പ്ലാനിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. സോ ഇത്രയായിരുന്നു നമ്മുടെ 12th 5-year പ്ലാനിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടിയിരുന്ന സെക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരുവാണ്. നമ്മൾ ഈ 5-year പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ നാഷണൽ കമ്മിറ്റീസിനെ ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.